നമസ്കാരം. ഇന്ന് നമ്മൾ കേബിളിങ്ങിൻ്റെ അടുത്ത ക്ലാസ്സാണ്. കഴിഞ്ഞ ദിവസം 3+1 കേബിളിനെ കുറിച്ചാണ് പഠിച്ചത്. HD ക്യാമറകൾ കണക്ട് ചെയ്യാനുള്ള കേബിളിനെ കുറിച്ചും അതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്ന് പഠിക്കുന്ന കേബിൾ UTP കേബിൾസാണ്. ഇത് കുറച്ചുകൂടെ വൈഡ് യൂസുള്ള കേബിളാണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കേബിളാണ്. ഈ സെയിം കേബിൾ തന്നെയാണ് നമ്മൾ മറ്റ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനുകൾക്ക് യൂസ് ചെയ്യാറുള്ളത്. കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യുക, IP ക്യാമറകൾ കണക്ട് ചെയ്യുക, മോഡം, DVR, NVR അങ്ങനെയുള്ള ഡിവൈസുകൾ, നെറ്റ്വർക്ക് ഡിവൈസുകൾ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. UTP കേബിൾ തന്നെ നമ്മൾ CAT5, കാറ്റഗറി 5, CAT6 ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ CAT5ഉം CAT6ഉം തമ്മിൽ വ്യത്യാസമുള്ളത് CAT5ൻ്റെ കേബിളിനേക്കാളും കുറച്ചുകൂടെ ബാൻഡ്വിഡ്ത്ത് സ്പീഡ് കൂടിയതായിരിക്കും CAT6 എന്നുള്ളതാണ്. എന്നാൽ CCTV ചെയ്യാനായിട്ട് നമുക്ക് CAT5 കേബിൾ തന്നെ ധാരാളമാണ്. ഇടതുവശത്തേക്ക് നോക്കുക. ഈ കേബിളിൽ 4 വയർ കാണുന്നുണ്ട് അല്ലേ? അതിന് നടുക്ക് കാണുന്ന വൈറ്റ് അതിൻ്റെ ഒരു സെപ്പറേറ്റർ, പ്ലാസ്റ്റിക് സെപ്പറേറ്ററാണ്. നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്ത് മാറ്റാറുണ്ട്. ആ കേബിളുകൾ നോക്കി, കളർ നോക്കി, ഒരു ഓറഞ്ച്, ഗ്രീൻ, ബ്ലൂ, ബ്രൗൺ, 4 കളറാണുള്ളത്. ഈ കേബിളിൻ്റെ എൻഡിലേക്ക് നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ടൈപ്പ് കണക്റ്റേഴ്സ് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. കേബിൾ വേറെ, കണക്ടർ വേറെ വാങ്ങി കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രത്യേക ഓർഡറിലാണ് അത് കണക്ട് ചെയ്യുന്നത്. ഈ കണക്ടറിന് പറയുന്ന പേര് RJ45 എന്നാണ്. ഷോപ്പിലൊക്കെ പോയി വാങ്ങുമ്പോൾ RJ45 എന്ന് പറഞ്ഞാൽ വാങ്ങുക. കാരണം ഇതിൻ്റെ ചെറിയ കണക്ടർ നിങ്ങൾക്ക് പരിചയം ഉണ്ടാകാം. ഇത് നമ്മൾ പഴയ ലാൻഡ് ഫോണിലൊക്കെ യൂസ് ചെയ്യുന്ന കണക്ടറാണ്. ആ കണക്ടറിൻ്റെ പേര് RJ തന്നെയാണ്. RJ11 ആണ്, 11 അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് RJ45 ആണ്. അപ്പോൾ നമ്മളിന്ന് പഠിക്കുന്നത് ഈ കേബിളിങ് എങ്ങനെയാണ്. അതായത് നമ്മൾ ഈ CAT5 കേബിൾ അല്ലെങ്കിൽ CAT6 കേബിളിനെ എങ്ങനെ RJ45 എന്ന് പറയുന്ന കണക്ടറിലേക്ക് ഫിക്സ് ചെയ്യാം. ആ വർക്ക് നമ്മൾ പറയുന്ന ഒരു ക്രിമ്പ് ചെയ്യുക എന്നാണ് പറയുക. ക്രിമ്പിങ് എന്നാണ് പറയുന്നത്. എങ്ങനെ ക്രിമ്പ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. നമുക്ക് കണക്ട് ചെയ്യുന്ന സ്ഥലം നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. എല്ലാ കമ്പ്യൂട്ടറിൻ്റെ ബാക്കിലും DVRൻ്റെ ബാക്കിലൊക്കെ ഈ ഇടതുവശത്ത് കാണുന്ന തരം ഒരു പോർട്ട് ഉണ്ടാവും. എല്ലാ നെറ്റ്വർക്ക് ഡിവൈസുകളുടെയും. അപ്പം നമ്മൾ RJ45 പോർട്ട്, നെറ്റ്വർക്ക് പോർട്ട് അല്ലെങ്കിൽ ഈതർനെറ്റ് പോർട്ട് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങോട്ടേക്കായിരിക്കും നമ്മുടെ RJ45ൻ്റെ ഈ ജാക്ക് എന്നാണ് പറയുന്നത്. ഈ ജാക്കിനെ കണക്ട് ചെയ്യുന്നത്. എന്നൊക്കെ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ഈ ജാക്കിൻ്റെ ഒരു സൈഡിലൊരു ക്ലിപ്പുണ്ട്, കണ്ടോ? ആ ക്ലിപ്പാണ് ഈ മുകളിലത്തെ പോർഷനിലേക്ക് വന്ന് ഫിക്സ് ആകുന്നത്. തിരിച്ച് ഊരുമ്പോൾ ക്ലിപ്പിൽ പ്രസ് ചെയ്തിട്ട് വേണത് പുറത്തേക്ക് റിലീസ് ചെയ്യാനായിട്ട്, ഊരിയെടുക്കാനായിട്ട്. നമുക്ക് കളേഴ്സ് ഒന്ന് പഠിക്കാം. ഈ ഓർഡർ തൽക്കാലം നമുക്ക് ഈ ഓർഡറിൽ തന്നെ ഒന്ന് ഓർത്തിരിക്കുക. കളേഴ്സ് ഏതൊക്കെയാണ്? ഓറഞ്ച്, ഗ്രീൻ, ബ്ലൂ, ബ്രൗൺ. ഓർക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കളർ ഓറഞ്ച്, ഗ്രീൻ, ബ്ലൂ, ബ്രൗൺ. പക്ഷെ നമുക്കറിയാം ഈ കേബിളുകൾ ഇങ്ങനെ പിരിച്ചാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ പേരും വന്നത്. ട്വിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പെയറായിട്ട്. അതായത് UTPയുടെ ഫുൾ ഫോം അതാണ്, അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ. 2 പെയറായിട്ട് ട്വിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേബിളുകൾ. ഈ പെയർ അഴിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കാണുന്നത് ഒരെണ്ണം പ്യുവർലി ഓറഞ്ച് തന്നെയാണ്, മറ്റൊന്ന് ഓറഞ്ച് വൈറ്റാണ്. ഓറഞ്ച് വൈറ്റും കൂടുതലൊരു എണ്ണമുണ്ട്, കണ്ടോ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേബിളിൽ നേരത്തെ ഓറഞ്ച് എന്ന് പറഞ്ഞതിന് വരെ നമ്മൾ 2 ആക്കിയത് ഓറഞ്ച് വൈറ്റും ഓറഞ്ചും. ഓറഞ്ച് മാത്രമുള്ളത് ഓറഞ്ചും വൈറ്റും കൂടെ ചേർന്നു. ദെൻ നേരത്തെ നമ്മൾ ഗ്രീനാണ് പറഞ്ഞത്, അതുപോലെ ഞാൻ ഗ്രീൻ വൈറ്റും ഗ്രീനും പറഞ്ഞു. ബ്ലൂ വൈറ്റ് ബ്ലൂ, ബ്രൗൺ വൈറ്റ് ബ്രൗൺ. ഇപ്പോൾ എത്ര? 4 × 2 8 വയറായിട്ടുണ്ടല്ലേ? ഏതൊക്കെയായിരുന്നു അത്? ഓറഞ്ച് വൈറ്റ് ഓറഞ്ച്, ഗ്രീൻ വൈറ്റ് ഗ്രീൻ, ബ്ലൂ വൈറ്റ് ബ്ലൂ, ബ്രൗൺ വൈറ്റ് ബ്രൗൺ. 8 എണ്ണമായല്ലോ. ഈ 8 വയറിനെ എങ്ങനെയാണ് നമ്മുടെ RJ45ലേക്ക് കണക്ട് ചെയ്യുന്നതാണ് നമ്മൾ പഠിക്കുന്നത്. ക്രിമ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളിന്ന് പഠിക്കുന്നത്. കേബിളിൻ്റെ 2 സൈഡിലും RJ45 ക്രിമ്പ് ചെയ്യേണ്ടതുണ്ടാവും. അതിന് പ്രത്യേക ഓർഡറുണ്ട്. ആ ഓർഡറാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ആ ഓർഡർ ശ്രദ്ധിച്ചോളുക. ഇത് ഗ്ലോബലി ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട് കേബിൾ കണക്ട് ചെയ്യാനായിട്ട്. നമ്മൾ ഇപ്പോൾ പറഞ്ഞ UTPയുടെ ഡയറക്റ്റ് കേബിളിംഗ് എന്നാണ് നമ്മൾ ചെയ്യുന്നത്. അത് കേബിളിൻ്റെ 2 സൈഡിലും ഒരേ ഓർഡറിൽ തന്നെ ആയിരിക്കും ക്രിമ്പ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ നോക്കുക. ഞാൻ പറയുന്ന കണക്കാണെന്ന് കേട്ടിരുന്നാൽ നമുക്ക് എഴുതി പഠിക്കുകയൊന്നും വേണ്ട, അത് തന്നെ പഠിക്കാൻ പറ്റും. ഒന്നാമത്തത് ഓറഞ്ച് വൈറ്റ്, നെക്സ്റ്റ് ഓറഞ്ച്, ഗ്രീൻ വൈറ്റ്. നിങ്ങളുടെ മൈൻഡിൽ പെട്ടെന്ന് വന്നേക്കുന്നത് ഗ്രീൻ എന്നായിരിക്കും. നമ്മൾ ഗ്രീനെ ഒന്ന് മാറ്റി വെച്ചു. ഗ്രീനെ മാറ്റി വെച്ച് പിന്നെ ബ്ലൂ വൈറ്റും ബ്ലൂ ആയിരുന്നല്ലേ? അവിടെ ഒന്ന് തിരിഞ്ഞു, അവിടെ മാത്രം ഒന്ന് തിരിഞ്ഞ് ബ്ലൂ വൈറ്റ്. ദെൻ മാറ്റി വെച്ച ഗ്രീൻ എടുത്തു. ദെൻ ബ്രൗൺ വൈറ്റും ബ്രൗണും, മാറ്റമൊന്നുമില്ല, പഴയതുപോലെ തന്നെ. 8 പേരായല്ലോ.
അപ്പോൾ ഓർഡർ ഇതായിരുന്നു ഓറഞ്ച് വൈറ്റ് ഓറഞ്ച്, ഗ്രീൻ വൈറ്റ്, ദെൻ ഇവിടെ മാത്രം ബ്ലൂ വൈറ്റ്, ദെൻ മാറ്റി വെച്ച ഗ്രീൻ, ബ്രൗൺ വൈറ്റ് ബ്രൗൺ. നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ. ഓറഞ്ച് വൈറ്റ് ഓറഞ്ച്, ഗ്രീൻ വൈറ്റ് ബ്ലൂ വൈറ്റ്, ഗ്രീൻ, ബ്രൗൺ വൈറ്റ് ബ്രൗൺ. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും സംശയം ഉണ്ടായി, ഒന്നാമത്തെ പിന്ന് ഏതാ ഓറഞ്ച് വൈറ്റ് ആണ്, അതെങ്ങനെയായിരിക്കും? RJ45 ജാക്ക് കണ്ടത് ക്ലിപ്പുള്ള സൈഡും ക്ലിപ്പില്ലാത്ത സൈഡും ഉണ്ടായിരുന്നു അല്ലേ. ഒന്നാമത്തെ പിന്നെന്ന് പറയുന്നത് ക്ലിപ്പില്ലാത്ത സൈഡിൽ നിന്ന് തന്നെ കൗണ്ട് ചെയ്യണം. ക്ലിപ്പ് ഇല്ലാത്ത സൈഡിൻ്റെ ഇടതേ അറ്റത്താണ് 1. അപ്പോൾ ഓറഞ്ച് വൈറ്റ് വരേണ്ടത് ക്ലിപ്പില്ലാത്ത സൈഡിൻ്റെ ഇടതേ അറ്റത്ത്, ദെൻ ഓറഞ്ച്, ഗ്രീൻ വൈറ്റ്, ബ്ലൂ വൈറ്റ്, ഗ്രീൻ, ബ്രൗൺ വൈറ്റ് ബ്രൗൺ. റൈറ്റ് സൈഡിൽ കാണുന്നുണ്ടല്ലോ. ഇതാണ് ക്രിംപിയൻ്റെ ഓർഡർ. നമ്മൾ അടുത്ത് ചെയ്യുന്നത് ഒരു വീഡിയോ കാണിക്കാം. നമുക്ക് വീഡിയോ ചെയ്യാം. അതിൽ എങ്ങനെയാണ് ഈ ക്രിംപിങ് ചെയ്യേണ്ടതെന്നാണ് കാണിക്കാൻ പോകുന്നത്. ക്രിംപ് ചെയ്യാൻ വേണ്ടി ഒരു ടൂൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ പേര് ക്രിംപിങ് ടൂൾ എന്നാണ്. ഇതിനുള്ളിലേക്കാണ് നമ്മുടെ RJ45 ജാക്കും അതിനുള്ളിലേക്ക് കേബിളൂടെ വെച്ചിട്ട് പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ വർക്കിന് പറയുന്ന പേരാണ് ക്രിംപിങ് എന്നാണ്. ക്രിംപിങ് ടൂൾ 300-350 രൂപയൊക്കെ ആകത്തുള്ളൂ ഈ ടൂളിന്. അതിൻ്റെ ഏറ്റവും താഴെ സ്റ്റീലായിട്ട് കാണുന്നത് സ്ക്രൂ ഒക്കെ വെച്ചിരിക്കുന്ന ഒരു കട്ടറാണ് കേട്ടോ. ഈ കേബിൾ നമ്മൾ ഷാർപ്പായിട്ട് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കട്ടറുമാണ്. ഈ ക്രിംപിങ് ടൂളിൽ ഈ വലുത് കാണുന്ന RJ45 ചെറുത് നമ്മുടെ ഫോണിൻ്റെ കണക്ടർ RJ11 കൂടെ ക്രിംപ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ RJ45 ആണ് പഠിക്കുന്നത്. ആ വീഡിയോ ഒന്ന് നോക്കുക. ഈ കാണുന്നതാണ് ക്രിംപിങ് ടൂൾ കണ്ടത്. ഈ കാണുന്നത് കേബിളാണ്. RJ45 കേബിൾ, RJ45ൻ്റെ കണക്റ്റേഴ്സ്. നമ്മൾ ക്രിംപിങ് ടൂളിൽ തന്നെ ഒരു കേബിൾ സ്ട്രിപ്പിംഗ് ടൂൾ ഒരു ഏരിയ ഉണ്ട്. ഇവിടെ ജസ്റ്റ് കട്ട് ചെയ്താൽ മതി. അതിൻ്റെ ഔട്ടർ ജാക്കറ്റ് പുറത്തുള്ള കവറൊന്ന് പൊളിച്ചെടുക്കാൻ പറ്റുന്നു. ജസ്റ്റ് അത് പൊളിച്ചെടുത്തിരിക്കുന്നു. നോക്കണ്ട, കേബിളിലേക്ക് നോക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ 4 സെറ്റ് വയറുമുണ്ട്. ഈ നടുക്ക് കാണുന്ന ആ പ്ലാസ്റ്റിക്കിൻ്റെ സെപ്പറേറ്റർ നമുക്ക് മുറിച്ച് കളയാം. ശേഷം കൈ കൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ സ്ട്രൈറ്റൻ ചെയ്യാൻ പറ്റും. കൈക്ക് ഇത് പ്രോപ്പറായിട്ട് സ്ട്രൈറ്റൻ ചെയ്യുക. ഓർഡർ നോക്കി നമ്മൾ പറഞ്ഞ ഓർഡറാണ്, ഓറഞ്ച് വൈറ്റ് ഓറഞ്ച്, ആ ഓർഡറാണ്. അതിനുശേഷം കേബിളിനെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൈ ഇനി എടുക്കരുത്, ഓർഡർ ചേഞ്ച് ചെയ്ത് പോകും. എനിക്ക് ഇടതേ അറ്റത്ത് ഓറഞ്ച് വൈറ്റ് ആയിരുന്നു. ക്ലിപ്പില്ലാത്ത സൈഡിൻ്റെ ലെഫ്റ്റ് ഓർക്കുക. RJ45ൻ്റെ ക്ലിപ്പില്ലാത്ത സൈഡിൻ്റെ ലെഫ്റ്റിലേക്ക് ഓറഞ്ച് വൈറ്റ് തൊട്ട് കിടക്കുക. അതിന് ജസ്റ്റ് അങ്ങോട്ട് പ്രസ് ചെയ്താൽ മതി. അത് കറക്റ്റ് ഗ്രൂവ് ഉണ്ട്, അതുവഴി അങ്ങോട്ട് കയറിപ്പോക്കുള്ളൂ. ആ പ്ലാസ്റ്റിക്കിൻ്റെ കാണുന്നത് കട്ട് ചെയ്ത് കളയാം കേട്ടോ, അത് ആവശ്യമില്ല നമുക്ക്. സെപ്പറേറ്റർ ഉള്ളിലേക്ക് മാക്സിമം പ്രസ് ചെയ്യുക. ആ ഗ്രീൻ കളറിൽ കാണുന്നത് ആ ജാക്കിനുള്ളിലേക്ക് പോകണം, എങ്കിലേ അത് ഫിക്സ് ആയിരിക്കുള്ളൂ. ഇവിടെ നോക്കിയേ, ക്രിംപിൻ്റെ ഉള്ളിലേക്ക് വെച്ച് 2 പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ സൗണ്ട് കേൾക്കും, ലോക്ക് വീഴുന്ന ടിക്ക് സൗണ്ട് കേൾക്കും. നോക്കി ആ പിന്ന് അകത്തേക്ക് പ്രസ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് വലിച്ചാലൊന്നും പോരില്ല, ഫിക്സ് ആയിട്ടുണ്ടാവും നന്നായിട്ട്. അതുപോലെ തന്നെ അതർ സൈഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ തന്നെ ക്രിംപ് ചെയ്യാം. സെയിം ഓർഡറാണ്, അതേ ഓർഡറിൽ തന്നെ നമുക്ക് ക്രിംപ് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്നുണ്ട്, ഷാർപ്പ് കട്ടറാണ്, ജസ്റ്റ് വെച്ച് കട്ട് ചെയ്യുക. ചെറിയ ലെങ്ത് മതി. കണക്ടറിലെ ക്ലിപ്പ് ഇല്ലാത്ത സൈഡിൻ്റെ ലെഫ്റ്റ് ഉണ്ടല്ലോ, ക്ലിപ്പ് ഇല്ലാത്ത സൈഡ് ലെഫ്റ്റിലാണ് ഓറഞ്ച് വരും, ഒന്നാമത്തെ പിന്ന് വരുന്നത്. അകത്തേക്ക് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം RJ45ൻ്റെ ആ പോർഷൻ അതിലേക്ക് എൻ്റർ ചെയ്ത് പ്രസ് ചെയ്യുക. ഓക്കെ, ബസ് ഇത്രയേ ഉള്ളൂ കാര്യം, കഴിഞ്ഞു. ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ IP ക്യാമറയോ DVR മോഡത്തിലേക്ക് കണക്ട് ചെയ്യാനോ NVR മോഡത്തിലേക്ക് കണക്ട് ചെയ്യാനോ റൂട്ടറോ അല്ലെങ്കിൽ മോഡോ ഇതൊക്കെ യൂസ് ചെയ്യുന്ന സെയിം തന്നെയാണ്. ലോകത്തിൽ കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ്റെ മേജർ പോർഷൻ നടക്കുന്നത് ഈ കാണുന്ന കേബിൾ വഴിയാണ്. നിങ്ങൾ UTP കേബിളിങ് അല്ലെങ്കിൽ CAT5 CAT6 കേബിളിങ് പഠിച്ചെന്ന് വിചാരിക്കുന്നു. കണക്ടറിൻ്റെ പേര് പറഞ്ഞിരുന്നു, കേബിളിൻ്റെ നെയിം പറഞ്ഞു, ടൂൾ ക്രിംപിംഗ് ടൂളിൻ്റെ കേസ് പറഞ്ഞു. 3 കാര്യങ്ങളാണ് വേണ്ടിയിരുന്നത്. 1 മീറ്റർ കേബിളിന് 20 രൂപ റേഞ്ച് ആകുള്ളൂ. നമുക്ക് ജസ്റ്റ് വാങ്ങിയിട്ട് ഞാനങ്ങ് ചെക്ക് ചെയ്യാം. ഈ കണക്ടറിന് 8 രൂപ ആ റേഞ്ച് ആകുന്നതാണ്. വാങ്ങിക്കുമ്പോൾ കുറച്ച് കൂടിയ കണക്ടർ, D-Linkൻ്റെ ഒക്കെ കണക്ടറുകൾ കിട്ടും, കുറച്ച് കൂടിയ കണക്ടറാണ് വാങ്ങുന്നത്. ഈ 8 പിന്ന് കാണുന്നുണ്ട് അതിൽ നിങ്ങളിവിടെ. നമ്മൾ ആ ക്രിംപ് ചെയ്യുമ്പോൾ ഈ 8 പിന്നാണ് ശരിക്കും താഴേക്ക് പോകുന്നത്. നമ്മൾ ഈ 8 പിന്ന് പ്രസ് ചെയ്തിട്ട് നമ്മളകത്തേക്ക് കയറ്റി വിട്ടിരിക്കുന്ന കേബിളുമായിട്ട് ടച്ച് ആവുകയാണ് ചെയ്യുന്നത്. അതിങ്ങനെ തുളഞ്ഞു പോകും, പേഴ്സ് ചെയ്തിട്ട് പോകുന്നുണ്ടാവും. അതാണ് സംഭവിക്കുന്നത്. കേബിളിങ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡൗട്ടുള്ളവർക്ക് ചോദിച്ചാൽ മതി, വാട്സപ്പിൽ ചോദിച്ചാൽ മതിയാവും കേട്ടോ. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.